ഇന്ന് ഫെബ്രുവരി 20 ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു റീബൗണ്ട് ആണ് കാണിച്ചത്. കഴിഞ്ഞ ദിവസം 1200 പോയിന്റിന് മുകളിൽ സെൻസെക്സിൽ ഇടിവ് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമുള്ള ഒരു ഷാർപ്പ് റിക്കവറിയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. സെൻസെക്സ് ഏതാണ്ട് 300 പോയിന്റിന് മുകളിൽ ഉയർന്ന് റിക്കവർ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. 82,414 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50 25,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് 25,571 സെറ്റിൽ ചെയ്യുകയാണ് ഉണ്ടായത്. ബാങ്ക് നിഫ്റ്റി ശക്തമായിട്ടുള്ള ബൈയിങ് മൂലം 61,172 ക്ലോസ് ചെയ്തു. മാർക്കറ്റിന്റെ ഈ ഒരു റിക്കവറിക്ക് പ്രധാനപ്പെട്ട കാരണം ബാർഗെയിൻ ഹണ്ടിങ്, പ്രത്യേകിച്ച് ബാങ്കിങ് പവർ സ്റ്റോക്സിൽ ഉണ്ടായിട്ടുള്ള അഗ്രസീവ് ബൈയിങ് തന്നെയാണ്. IT സെക്ടറിലും ഒരു ഷാർപ്പ് ഗെയിൻ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഗ്ലോബൽ ടെക് സ്റ്റോക്സ് റിക്കവറി കാണിച്ചതാണ് ഒരു സെന്റിമെന്റ് പോസിറ്റീവ് ആക്കി മാറ്റിയത്. എന്നാൽ ബ്രണ്ട് ക്രൂഡ് ഓയിലിന്റെ വില 72 എത്തുന്നത് ഇൻവെസ്റ്റേഴ്സിന് ഒരു ചെറിയ കൺസേൺ ആവുന്നുണ്ട്. അതിനൊപ്പം US ഇറാൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു റിസ്ക് ഫാക്ടറായിട്ട് തുടരുകയാണ്. അതേസമയം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ NSE ഒരു പ്രധാന അനൗൺസ്മെന്റ് നടത്തുകയുണ്ടായി. മാർച്ച് 2026 മുതൽ 18 F&O സ്റ്റോക്കുകളിൽ 15% അഡീഷണൽ എക്സ്പോഷർ മാർജിൻ ഏർപ്പെടുത്തുമെന്ന് അവർ അറിയിക്കുകയുണ്ടായി. ഇതിൽ വോഡാഫോൺ ഐഡിയ, സെയിലൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇത് ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ വോളറ്റാലിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഒരു റെഗുലേറ്ററി സെറ്റപ്പ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട 3 സ്റ്റോക്ക് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ നോവാർട്ടിസ് ഇന്ത്യ അപ്രോക്സിമേറ്റ്ലി 15% മൂവ്മെന്റ് ആണ് കാണിച്ചത്. ക്രിസ് ക്യാപിറ്റൽ നേതൃത്വത്തിലുള്ള കൺസോർഷ്യം 70.68% സ്റ്റേക്ക് അക്വയർ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഷെയർ പ്രൈസ് റോക്കറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതോടെ മാൻഡേറ്ററി ഓപ്പൺ ഓഫർ ട്രിഗർ ആയിട്ട് സ്റ്റോക്ക് ഷാർപ്പ് റാലി കാണിക്കുകയുണ്ടായി. അതുപോലെ തന്നെ TCS, അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ് 10 ലക്ഷം കോടി AI ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ സിഗ്നൽ ചെയ്തതോടെ AI തീം സ്റ്റോക്സിൽ ഒരു പോസിറ്റീവ് മൊമെന്റം കാണുകയുണ്ടായി. അതുപോലെ തന്നെ ബ്രെയിൻ ബീസ് സൊല്യൂഷൻസ് ഫസ്റ്റ് ക്രൈ ഏതാണ്ട് 12% മൂവ്മെന്റ് ചെയ്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു. Q3 നെറ്റ് ലോസ് 69.2% റെഡ്യൂസ് ആയത് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, NTPC ലിമിറ്റഡ്, അതുപോലെ തന്നെ L&T. ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ക്വിൽ, എറ്റേണൽ, ഇൻഫോസിസ്. IT സ്പേസിൽ ഒരു മിക്സഡ് ട്രെൻഡ് തുടരുകയാണ്. ചില സ്റ്റോക്സ് പ്രോഫിറ്റ് ബുക്കിംഗ് നേരിടുന്നുണ്ട്. ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സെഷനിൽ ഒരു ക്ലാസിക് റിലീഫ് റാലി വരുന്നത് കാണാൻ കഴിഞ്ഞു. ഷോർട്ട് കവറിംഗ് പ്ലസ് വാല്യൂ ബൈയിങ് ആണ് ഇവിടെ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഒരു ക്രൂഡ് പ്രൈസ് മൂവ്മെന്റ്, ഗ്ലോബൽ ക്യൂസ്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എന്നിവ അടുത്ത ദിവസങ്ങളിൽ വോളറ്റാലിറ്റി വർദ്ധിപ്പിച്ചേക്കാം. എന്നാൽ ഷോർട്ട് ടൈമിൽ 25,500 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ ബുള്ളിഷ് ബയാസ് തുടരുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ മാർക്കറ്റ് വിശേഷങ്ങൾ. അടുത്ത ദിവസത്തെ മാർക്കറ്റ് റൗണ്ടപ്പിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.